أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 963 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിന്റെ പഠനത്തെ തുടർന്നുള്ള ചർച്ചയാണ് ഇന്ന് ആരംഭിക്കുന്നത്. ചർച്ചക്കാരൻ കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا. صدق الله العظيم. സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദമായിട്ട് പഠന വിധേയമാക്കുകയുണ്ടായി. 110 ആയത്തുകൾ അടങ്ങിയ മക്കയിലെ ഹിജ്റയോട് അടുത്ത ഒരു ഘട്ടത്തിൽ അവതരിച്ച സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിലെ പ്രതിപാദ്യ വിഷയങ്ങളും അതിന്റെ മുഖ്യമായ പ്രമേയങ്ങളും ഒക്കെ തന്നെ സാധ്യമാവുന്നിടത്തോളം വ്യാപ്തിയിലും ആഴത്തിലും ഒക്കെ നമ്മൾ ഇതിനകം പഠന വിധേയമാക്കിയിട്ടുണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള ഈ സൂറത്തുമായി ബന്ധപ്പെട്ട
ചർച്ചയ്ക്കുള്ള അവസരമാണ്. താല്പര്യമുള്ളവര് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ലൈവായിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. അങ്ങനെ നേരിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കാത്തവര് ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ എഴുതി വിടുകയോ അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ ഉന്നയിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ചർച്ചയ്ക്ക് തുടക്കമാവുന്നതിന് വേണ്ടി ഒരു ചോദ്യം നേരത്തെ അയച്ചു കിട്ടിയിട്ടുള്ളത്, 2 ദിവസം മുമ്പ് അയച്ചു കിട്ടിയിട്ടുള്ളത് പരിഗണിച്ചുകൊണ്ട് തുടങ്ങാമെന്നാണ് കരുതുന്നത്. ഈ ചോദ്യം വളരെ പുതുമയുള്ള ചോദ്യമല്ല. ധാരാളം തവണ സമാനമായ ചോദ്യങ്ങൾ ഒരുപക്ഷെ ഇതേ പ്രൊഫൈലിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടാവണം. സമാനമായ ചോദ്യങ്ങൾ നമ്മളിവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. 2 ദിവസം മുമ്പ് വായിച്ച അല്ലെങ്കിൽ ഏകദേശം അതിനോട് അടുത്ത ദിവസങ്ങളിൽ വായിച്ച ചില ആയത്തുകളുമായിട്ട് ബന്ധവും കാണും. ഈ ഭയപ്പെടുത്തലുകൾ ഒഴിവാക്കാനെങ്കിലും ഒരു പ്രത്യക്ഷ പ്രമാണം കാണിക്കാനല്ലേ മക്കക്കാർ ആവശ്യപ്പെട്ടത്? അത്ര ഒരു നിസ്സാര കാര്യം ചെയ്യാൻ എന്തുകൊണ്ടാണ് അള്ളാഹു തയ്യാറാകാതിരുന്നത്? ഇന്നും തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് അതിലെ സത്യം? അള്ളാഹുവിന്റെ അസ്തിത്വം യാഥാർത്ഥ്യമാണോ? ഇതാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം. ഈസ് എന്ന പ്രൊഫൈലിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ തന്റെ ചുറ്റുപാടുമുള്ള ആളുകളോട് ഏകനായ പ്രപഞ്ച സൃഷ്ടാവിന്റെ സന്ദേശവാഹകനായിട്ട് തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടു വന്നിരിക്കുന്ന ആളാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആ പശ്ചാത്തലത്തില് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ ആദർശത്തിന്, അദ്ദേഹം ചുമലേറ്റിരിക്കുന്ന ആ ദൗത്യം, അദ്ദേഹം ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിന് തെളിവായിട്ട്, സാക്ഷ്യമായിട്ട് ചില സംഗതികൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഒരു അത്ഭുത ദൃഷ്ടാന്തം അവർക്ക് മുന്നിലായിട്ട് കാണിക്കേണ്ടതുണ്ട് എന്നാണ് മക്കയിലെ ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതാണ് പശ്ചാത്തലം. അപ്പോ സൂറത്തുൽ കഹ്ഫിലും അതുപോലെ പലയിടങ്ങളിലായിട്ട് അള്ളാഹു സത്യമാർഗം ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ അതിനോട് ഇടഞ്ഞു നിൽക്കുകയും നിഷേധിയായി മാറുകയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാൻ കൂട്ടാക്കാതെ ജീവിതം പാഴാക്കുകയും ചെയ്ത ആളുകൾക്ക് അവരാണ് ഏറ്റവും വലിയ നഷ്ടകാരികള്. കർമ്മങ്ങൾ പാഴായിപ്പോയ കൂട്ടർ അവരാണ്. അവരെ കാത്തിരിക്കുന്നത് നരകശിക്ഷയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഈ സൂറത്തിൽ പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഗതിയെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഭയപ്പെടുത്തലുകൾ ഒഴിവാക്കാനെങ്കിലും, ഈ ഭയപ്പെടുത്തലുകൾ എന്തിനാണ് ഒഴിവാക്കുന്നത് എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. 2 കാര്യങ്ങള് മനുഷ്യനെ സ്വാധീനിക്കാറുണ്ട്. ഒന്ന്, വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടുള്ള പ്രേരണ. വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടുള്ള പ്രേരണ മനുഷ്യന് വലിയ മോട്ടിവേഷനായിട്ട് മാറാറുണ്ട്. അതേപോലെ തന്നെ വലിയ ഭീതി ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഭീഷണികളും താക്കീതും മുന്നറിയിപ്പും ഒക്കെയും മനുഷ്യന് പ്രയോജനം ചെയ്യാറുണ്ട്. അപ്പോ ഒന്നാമതായിട്ട് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്ന ആള് ഈ ഭയപ്പെടുത്തലുകൾ ഒഴിവാക്കാനെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്. എന്തിനാണ് ഭയപ്പെടുത്തലുകൾ ഒഴിവാക്കുന്നത് എന്നത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വളരെ
മനുഷ്യനെ കർമ്മോത്സുകനാക്കി മാറ്റുന്ന, മനുഷ്യനെ ശക്തമായി പ്രചോദിപ്പിക്കുന്ന, മനുഷ്യനെ കർമ്മനിരതനാക്കി മാറ്റാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇമോഷനുകളിൽ ഒന്നാണ് ഭയം ഉണ്ടാവുക എന്നത്. ഖുർആൻ നിരന്തരം ഈ രണ്ട് ടൂൾസ്, ഭയപ്പെടുത്തുക എന്നതും അതുപോലെ പ്രതീക്ഷ ജനിപ്പിക്കുക എന്നതും, ഈ രണ്ട് കാര്യങ്ങളെയും, അത് താക്കീത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഒക്കെ പോലെയുള്ള സംഗതികളും, അതേപോലെ സൽവൃത്താന്തം നൽകിക്കൊണ്ട്, സുവാർത്ത നൽകിക്കൊണ്ട്, സന്തോഷ വാർത്ത പകർന്നുകൊണ്ട് പ്രചോദിപ്പിക്കുന്നതും വളരെ ഫലപ്രദമായ രണ്ട് ടൂൾസ് ആയിട്ട് ഖുർആൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് ഒഴിവാക്കുന്നത് എന്ന് നമ്മൾ ഒരു ചോദ്യം ന്യായമായിട്ടും ഉന്നയിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യരെ വളരെ അടിസ്ഥാനപരമായിട്ട് തന്നെ സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങളാണിത്. പ്രചോദനം, പ്രതീക്ഷ പകർന്നു കൊടുത്തുകൊണ്ടുള്ള, സന്തോഷ വാർത്ത പകർന്നു കൊടുത്തുകൊണ്ടുള്ള പ്രചോദിപ്പിക്കലും, അതുപോലെ കടുത്ത താക്കീതും ഭീഷണിയും ഒക്കെ അടങ്ങുന്ന വിധത്തിലുള്ള ഒരു ഭയപ്പെടുത്തലും ഒക്കെ. ഇത് രണ്ടും മനുഷ്യന്റെ എല്ലാ ജീവിത രംഗങ്ങളിലും സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ്. അത് ഒഴിവാക്കണം എന്ന് പറയുന്ന ആള് ഈ പ്രേരണയും പ്രചോദനവും ഒക്കെ ഒഴിവാക്കാൻ പറഞ്ഞു കാണുന്നുമില്ല. അപ്പൊ എന്താണ് അതിന്റെ താല്പര്യം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഭയപ്പെടുത്തൽ അദ്ദേഹത്തിന് എന്തോ സ്വീകാര്യമല്ലാത്തൊരു സംഗതിയായിട്ട് തോന്നുകയാണ്. അത് അദ്ദേഹത്തിന്റെ തോന്നൽ മാത്രമാണ് എന്നാണ് എനിക്ക് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. മനുഷ്യനെ ഈ രണ്ട് വികാരങ്ങളും നന്നായി സ്വാധീനിക്കാറുണ്ട്. അതില് ഭയപ്പെടുത്തല് മനുഷ്യന് ഇഷ്ടമല്ല എന്നതുകൊണ്ട് അത് വേണ്ട എന്നായിരിക്കണം അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അത് വേണ്ട എന്ന് വെച്ചത് കൊണ്ട് മനുഷ്യന് ഭയം ഇല്ലാതാവുന്നില്ല. ഭയം മനുഷ്യനിൽ പ്രവർത്തനക്ഷമം അല്ലാതെ ആവൂല. ഭയപ്പെടേണ്ട കാര്യങ്ങള് മനുഷ്യന്റെ ശ്രദ്ധയിലോ പരിഗണനയിലോ ഒക്കെ വരുമ്പോൾ മനുഷ്യൻ തീർച്ചയായിട്ടും ഭയപ്പാടുള്ളവനായി മാറും. മനുഷ്യന്റെ സൃഷ്ടിപ്പും പ്രകൃതവും ഒക്കെ പടച്ച തമ്പുരാന് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഈ രണ്ട് ടൂൾസും ഖുർആനിൽ അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് പ്രയോജനപ്പെടുത്തപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ പ്രത്യക്ഷത്തിൽ ഒരു പ്രമാണം കാണിച്ചുകൊണ്ട് അവരുന്നയിച്ച വിഷയങ്ങൾ അങ്ങ് തീർക്കുകയായിരുന്നില്ലേ നല്ലത് എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം. മക്കയിലെ ആളുകൾ യഥാർത്ഥത്തിൽ തെളിവ് ചോദിച്ചിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചിരുന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടായിരുന്നു? അതല്ല, അത് സ്വീകരിക്കാനുള്ള സന്നദ്ധത ഇല്ലാത്തത് കാരണവും അവരുടെ ഭൗതികമായ പല താല്പര്യങ്ങളോടും അത് സംഘർഷപ്പെടുന്നു എന്നതിനാൽ അത് ഉൾക്കൊള്ളാൻ അവർക്ക് സന്നദ്ധതയില്ല എന്നതിനാലും ആയിരുന്നില്ലേ യഥാർത്ഥത്തിൽ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തെളിവ്, ആയത്ത്, പ്രത്യക്ഷമായ ദൃഷ്ടാന്തം ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്? അവർക്ക് ബോധ്യപ്പെടാത്തതിന്റെ പേരിലായിരുന്നു. യഥാർത്ഥത്തില് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഇതിന്റെ ഈ മക്കയിലെ ആളുകൾ ഉന്നയിച്ചിരുന്നതിന്റെ ആ മൗഢ്യം ശരിക്കും ബോധ്യപ്പെടും. ഏകദേശം 1400 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇവരാവശ്യപ്പെട്ടിരുന്ന ദൃഷ്ടാന്തങ്ങൾ, അത് പൂർവിക പ്രവാചകന്മാര് കാണിച്ചിരുന്ന വിധത്തിലുള്ള ചില അത്ഭുത ദൃഷ്ടാന്തങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. നമുക്കത് പരിഗണനക്ക് എടുക്കാം. എന്തൊക്കെയായിരുന്നു? ഇപ്പൊ മൂസ അലൈഹിസ്സലാം വടി തറയിലിട്ടുകൊണ്ട് പാമ്പാക്കിയ വിദ്യ, കക്ഷത്ത് കൈവച്ച് അത് വെട്ടിത്തിളങ്ങുന്നതായ വിധത്തില് പുറത്തെടുക്കുന്ന ഒരു രീതി, സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ ആളുകൾ നോക്കി നിൽക്കെ ഒരു പാറക്കെട്ട് എണീറ്റ് നിന്ന് അതൊരു ഒട്ടകമായി മാറിയ ഒരു കാഴ്ച,
ഇങ്ങനെയൊക്കെയുള്ള അത്ഭുത ദൃഷ്ടാന്തങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിലും അവിടുന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ ചരിത്ര ഘട്ടങ്ങളിലും വേണ്ടിയിരുന്നത്. ആണോ അല്ലേ എന്നത് മനസ്സിലാക്കാൻ ഒരു എളുപ്പം നമുക്ക് ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഉദാഹരണത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം എന്തെങ്കിലും അത്ഭുത കൃത്യങ്ങളായിരുന്നു കാണിച്ചിരുന്നത് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് തന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് പിന്നീടുള്ള തലമുറകളിൽ നിരന്തരം അദ്ദേഹത്തിന്റെ സന്ദേശം വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോ അന്ന് കാണിച്ചിരുന്ന അത്ഭുത വിദ്യകള് ദൈവിക ദൃഷ്ടാന്തങ്ങൾ എന്നുള്ള നിലക്ക് കാണിച്ചിരുന്നത് മൂസ അലൈഹി ഇസ്ലാമിന്റെയും യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെയും അതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും കാലത്തൊക്കെ കാണിച്ചിരുന്നത് പോലെയുള്ള ചില അത്ഭുതങ്ങളായിരുന്നെങ്കിൽ ഇന്ന് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ തുടർച്ചയായി വരുന്ന ഈ കാലഘട്ടത്തില് ആളുകൾ അതിനെ എങ്ങനെയായിരിക്കും നോക്കി കാണുന്നുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ നിസ്സാരമായിട്ട്, വളരെ സില്ലി ആയിട്ട്, അവഗണിക്കാവുന്ന വിധത്തിലുള്ള ഒരു സംഗതിയായിട്ടാവില്ലേ അവരതിനെ നോക്കി കാണാൻ? മനുഷ്യന്റെ സാങ്കേതിക വിദ്യയും വളർച്ചയും ഒക്കെ തന്നെ എത്ര വേഗത്തിലാണ് മുന്നോട്ട് പോയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും എത്ര അത്ഭുതങ്ങൾ മനുഷ്യര് സ്വന്തം സാങ്കേതിക വിദ്യയുടെ നേട്ടമൊക്കെ ആയിട്ട് ഭൂമുഖത്ത് കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴും നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അവയുടെയൊക്കെ മുന്നില് ഈ ദൈവിക ദൃഷ്ടാന്തങ്ങളായിട്ട് കാണിക്കപ്പെടുന്ന സംഗതികൾക്ക് എന്ത് പ്രസക്തിയും പ്രാധാന്യവുമാണ് പിന്നീടുള്ള തലമുറകളില് അനുഭവപ്പെടുക എന്നത് ഇപ്പോ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ആലോചിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന ദൃഷ്ടാന്തം എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ, അത് ലോക മനുഷ്യ സമൂഹം സാങ്കേതിക വിദ്യയിലും ശാസ്ത്ര നേട്ടത്തിലുമൊക്കെ അതിഗംഭീരമായി മുന്നോട്ട് പോയ ഒരു കാലഘട്ടത്തിൽ പോലും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. നിരന്തരം നൂറുകണക്കിന് ആളുകളാണ് ദിനേന എന്നോണം സത്യമാർഗത്തിലേക്ക് കടന്നു വരുന്നത്. അതിനുള്ള അവർക്കുള്ള പ്രചോദനമായിട്ട് നിലകൊള്ളുന്നത് ഈ 14 നൂറ്റാണ്ടപ്പുറം അവതരിപ്പിക്കപ്പെട്ട വേദത്തിലെ വാക്യങ്ങളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി. ഇനി നമ്മൾ വിലയിരുത്തിയിട്ട് പറയുക, അവരാവശ്യപ്പെട്ട വിധത്തിലുള്ള അത്ഭുത വിദ്യകളായിരുന്നോ അതല്ല വിശുദ്ധ ഖുർആനായിരുന്നോ ഏറ്റവും പ്രബലമായിരുന്ന ഏറ്റവും വിസ്മയകരമായ ദൈവിക ദൃഷ്ടാന്തമായിട്ട് പ്രവർത്തനക്ഷമമാകുമായിരുന്നത്? ചരിത്രത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ ഈ മുന്നേറ്റത്തിന്റെ മുന്നിൽ എന്ത് പ്രസക്തിയാണ് ഇത്തരം പൂർവിക പ്രവാചകന്മാര് കാണിച്ചിരുന്ന ചില അത്ഭുത ദൃഷ്ടാന്തങ്ങൾക്ക് ഈ കാലഘട്ടത്തിലോ തലമുറയിലോ ഒക്കെ ഉണ്ടാവുക? അവയിൽ ഏത് അത്ഭുത വിദ്യയാണ് ഇന്നത്തെ ആളുകളെ പ്രചോദിപ്പിക്കുന്ന വിധത്തിൽ നിലകൊള്ളുക? അതേ സമയത്ത് വിശുദ്ധ ഖുർആന്റെ ഓരോ വാക്യവും സമകാലിക സമൂഹത്തിന് പോലും ഏറ്റവും വലിയ വിസ്മയമായിട്ട് നിലകൊള്ളുന്നു എന്നതാണ് വസ്തുത. ഇനി എന്തുകൊണ്ട് അള്ളാഹു അത്തരം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചില്ല എന്നതാണെങ്കിൽ, അത്തരം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ പോലും ആ സമൂഹത്തിനെ അത് വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ ഉപകരിക്കുന്നതായി മാറുമായിരുന്നില്ല എന്നതാണ് വസ്തുത. കാരണം അത് അവരെ പ്രചോദിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ശക്തിയും കരുത്തുമുള്ള വിധത്തില് അവരെ വിസ്മയിപ്പിച്ചു നിർത്തിയ ഒരു പ്രതിഭാസമാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ അതിന്റെ ഓരോ ആയത്തും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള വിസ്മയം അത് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ കൊണ്ടൊന്നും ഫലപ്രദമായ വിധത്തില്
ഉണ്ടാക്കുവാൻ സാധിക്കുമായിരുന്നില്ല എന്നതാണ് വസ്തു. അതിനേക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ട ഒരു ഫലം ഉളവാക്കുന്നതായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇന്നും നമ്മുടെ മുന്നിൽ നിലകൊള്ളുന്നത്. അപ്പൊ ഇത്തരം ഒരു നിസാര കാര്യം ചെയ്യാൻ എന്തുകൊണ്ടാണ് അള്ളാഹു തയ്യാറാകാതിരുന്നത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം. കാര്യം വ്യക്തമായിട്ടുണ്ടാവുമല്ലോ. എന്തിനാ വെറുതെ വേണ്ടാത്ത പണിയെടുക്കുന്നത്? ഓരോ കാലഘട്ടത്തിനും യോജിക്കുന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ആ കാലഘട്ടത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ് അവതരിപ്പിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉള്ള സാഹിത്യ മുന്നേറ്റം നടത്തിയ ആ അറബ് സമൂഹത്തിലെ ആളുകൾക്ക് അവരെ സ്തബ്ധരാക്കുന്ന വിധത്തിലുള്ള ആയാത്തുകളാണ് അവരുടെ കാതുകളിൽ ചെന്ന് പതിക്കുകയുണ്ടായത്. അറേബ്യയിലെ അന്നത്തെ അറിയപ്പെടുന്ന സാഹിത്യ ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായിരുന്ന ആളുകൾ വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളുടെ മുന്നിൽ വിസ്മയത്തോടുകൂടി അവിശ്വസനീയമായ വിധത്തിലുള്ള എന്തോ ഒന്ന് കേട്ട പോലെ അവർ അത്ഭുതത്തോടുകൂടി പകച്ചു നിൽക്കുകയായിരുന്നു ഖുർആന്റെ ആയാത്തുകളുടെ മുന്നിൽ എന്നതാണ് വസ്തുത. ചരിത്രം അറിയുന്നവർക്ക് ഇക്കാര്യം അറിയാം. എന്നാൽ ഇവരാവശ്യപ്പെട്ട വിധത്തിലുള്ള എന്തെങ്കിലും അത്ഭുത കൃത്യങ്ങൾ കാണിച്ചത് കൊണ്ട് ആ തലമുറയെ പ്രചോദിപ്പിക്കാൻ അത് പര്യാപ്തമാവുകയില്ല എന്ന് മാത്രമല്ല, ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന തുടർന്നു വന്ന മുഴുവൻ തലമുറകളെയും അത്തരം അത്ഭുത കൃത്യങ്ങള് പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണ് ചെയ്യുക എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഇന്നും അത്തരം അത്ഭുത കൃത്യങ്ങൾ കാണിക്കാത്തത് എന്തുകൊണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം തുറന്നു ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അള്ളാഹുവിന്റെ അസ്തിത്വം യാഥാർത്ഥ്യമാണോ എന്നാണ് അദ്ദേഹം ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംശയമായിട്ട് രേഖപ്പെടുത്തുന്നത്. നിങ്ങൾക്കിങ്ങനെ ചോദ്യം ചോദിക്കാൻ സാധിക്കുന്നു, ഇത്തരം ആലോചനകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നു, നിങ്ങളുടെ കൈവിരലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നു, നിങ്ങളുടെ രക്തധമനികളിൽ രക്തം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊന്നും നിങ്ങളുടെ പ്രവർത്തനമല്ല. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അതാണ് അള്ളാഹു. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയില്ല എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക. നിങ്ങൾ ചെയ്തതല്ല, നിങ്ങളല്ല നിങ്ങളുടെ നഖങ്ങളെ വളർച്ചയുള്ളതാക്കുന്നത്, നിങ്ങളല്ല നിങ്ങളുടെ മുടിയെ വളർച്ചയുള്ളതാക്കുന്നത്. നിങ്ങളുടെ മനോമുകുരത്തില് രൂപപ്പെട്ടു വരുന്ന ചിന്തകളും ആശയങ്ങളും ഒന്നും തന്നെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കിയതല്ല എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? എങ്കിൽ അതിനു പുറകിൽ ഒരു ആസൂത്രകനുണ്ട്. ആ ആസൂത്രകൻ ഈ പ്രപഞ്ച സാകല്യത്തിന്റെ തന്നെ ആസൂത്രകനാണ്. ആ ആസൂത്രകനെയാണ് നമ്മൾ അള്ളാഹു എന്ന് വിളിക്കുന്നത്. റബ്ബുസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ആ റബ്ബിനെയാണ്. അത് സാധാരണഗതിയിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഉണ്മ ബോധ്യപ്പെടാൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ആവശ്യമില്ല. അവൻ ശ്വസിക്കുന്നുണ്ട്, അവന് ജീവനുണ്ട്, അവന് രുചിഭേദങ്ങൾ അറിയുന്നുണ്ട്, അവന് കാലാവസ്ഥയുടെ മാറ്റങ്ങളെ മനസ്സിലാക്കാൻ അവന്റെ ചർമ്മങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നതൊക്കെ തന്നെ ധാരാളം മനുഷ്യന് അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ മതിയായ അനുഭവങ്ങളാണ് എന്നതിനാൽ അള്ളാഹുവിന്റെ അസ്തിത്വം യാഥാർത്ഥ്യമാണോ എന്നൊരു ചോദ്യത്തിന് ഇത്തരം ചില സൂചനകൾ മാത്രം നൽകിക്കൊണ്ട് ബാക്കി സ്വയം കണ്ടെത്താനുള്ള ഒരു അവസരമായിട്ട് ഞാനത് നിർദ്ദേശിക്കുകയാണ്. അദ്ദേഹം അത് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നൊരു കമന്റ് ആയിട്ട് ഇതിനോട് പ്രതികരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരാള് കുറിച്ചിട്ടത്, അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളവർക്ക് മാർഗദർശനമായ സംശയമില്ലാത്ത ഗ്രന്ഥമാണിത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള എന്ന് പറഞ്ഞ ഒരു സൃഷ്ടാവായ റബ്ബുണ്ട് എന്നതിനെ കുറിച്ച് ഒരു ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാർഗദർശനമായിട്ടാണ് ഖുർആൻ നിലകൊള്ളുന്നത് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. അന്വേഷികളായ
ജീവിത യാഥാർത്ഥ്യം, മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യം എന്ത് എന്നത് സത്യസന്ധമായി തേടിക്കൊണ്ടിരിക്കുന്ന ആർക്കും ഈ പ്രപഞ്ചനാഥനെ കണ്ടെത്താനും തിരിച്ചറിയാനും സാധിക്കും. അങ്ങനെ ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വഴികാട്ടിയായിട്ടാണ് വിശുദ്ധ ഖുർആൻ നിലകൊള്ളുന്നത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അത് ശരിയാണ് താനും. അപ്പോ ഓരോരുത്തരും സത്യസന്ധമായ ഒരു സമീപനം ഇതില് സ്വീകരിക്കുക മാത്രമേ ആവശ്യമുള്ളൂ. ഇനി മറിച്ചൊരു ചോദ്യമായിട്ട് അവര് സ്വയം പരിഗണിക്കാവുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ. നമ്മൾ ഒരു ഭാഗത്ത് ഖുർആന്റെ ഈ പ്രചോദിപ്പിക്കലും പ്രേരിപ്പിക്കലും ഭീഷണിപ്പെടുത്തലും ഭയപ്പെടുത്തലും ഒക്കെ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ള നിലക്ക് മാറ്റിവെക്കുകയാണ് എന്ന് തന്നെ സങ്കല്പിക്കുക. മറിച്ച് എന്താണ് നിങ്ങളുടെ ദൈക്ഷണികമായ തേട്ടങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന എന്ത് കാര്യമാണ്, എന്ത് ദർശനമാണ്, എന്ത് വിശ്വാസ ആദർശമാണ് ഈ ചോദ്യം ഉന്നയിക്കുന്ന ആളുടെ കയ്യിലുള്ളത്? അവരുടെ കൺമുന്നിൽ അവരെ വിശുദ്ധ ഖുർആനേക്കാൾ മെച്ചപ്പെട്ടതായ ഒരു തിരിച്ചറിവ് പകർന്നു നൽകുന്ന എന്താണ് ഉള്ളത്? എന്നിട്ട് താരതമ്യം ചെയ്യട്ടെ. ഇതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഖുർആൻ വേണ്ട എന്ന് തത്വത്തിൽ വെക്കുകയാണെങ്കിൽ തന്നെ, ഖുർആൻ അസ്വീകാര്യമായിട്ട് കാണുകയാണ് എങ്കിൽ തന്നെ, മറിച്ച് ഈ സ്ഥാനത്തേക്ക് അവര് പരിഗണിക്കുന്ന വേറെ എന്താണുള്ളത്? മനുഷ്യയുക്തിക്കും ബുദ്ധിക്കും ദൈക്ഷണികമായ തേട്ടങ്ങൾക്കുമൊക്കെ തൃപ്തികരമായ പ്രതികരണം നൽകുന്ന വേറെ എന്തുണ്ട് അവരുടെ കയ്യിൽ? അവര് മനുഷ്യ ചരിത്രത്തെ ഉടനീളം അരിച്ചു പെറുക്കി പഠനം നടത്തട്ടെ. എന്നിട്ട് അവര് ഒരു ഉത്തരവുമായിട്ട് വരട്ടെ. ഇതാണ് അത് സംബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഖുർആൻ ഒരാളെ ദൈക്ഷണികമായിട്ട് തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിൽ അയാളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്ന എന്തുണ്ട് ഭൂമുഖത്ത് മനുഷ്യന്റെ മുന്നിലായിട്ട്? ഈ ഒരു ചോദ്യം അയാൾ അഡ്രസ് ചെയ്യട്ടെ. അപ്പോ അയാളെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഒരു തിരിച്ചറിവ് ആ ആലോചനയിൽ നിന്ന് അയാൾക്ക് കൈവരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ ഇവിടെ അയച്ചു കിട്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ഇത്രയൊക്കെയാണ്. അതിനോടുള്ള പ്രതികരണങ്ങളാണ് ഞാനിപ്പോ നൽകിയിട്ടുള്ളത്. ഇനി ചോദ്യങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്ന് ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അൽക്കഹഫിന്റെ കഥ മറ്റേ ബൈബിളിലോ തൽമൂദിലോ പറഞ്ഞിട്ടുണ്ടോ? ഈ സൂറത്തുൽ കഹ്ഫിലെ ഗുഹാവാസികളുടെ കാര്യമാണല്ലോ ഇത് പറയുന്നത്. അതല്ലേ സൂചിപ്പിക്കുന്നത്? അതെ. ഈ സംഭവങ്ങള് ബൈബിളില് സൂചനയൊന്നുമില്ല. പക്ഷെ ബൈബിളിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സ്രോതസ്സുകളില് ഇതിനെപ്പറ്റിയുള്ള പരാമർശം ഉള്ളത് ഞാൻ അത് വിവരിക്കുന്ന ഭാഗമായിട്ട് ആയത്തുകൾ ചർച്ച ചെയ്തപ്പോ വിശദമായിട്ട് പറയുകയുണ്ടായിട്ടുണ്ട്. ഓർമ്മയുണ്ടാവുമല്ലോ. ഒരു സിറിയൻ പാതിരി അയാളുടെ ഓർമ്മക്കുറിപ്പുകൾ രേഖപ്പെടുത്തിയതിൽ ഇങ്ങനെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ ആ ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ പറയുകയുണ്ടായി. ഇസ്ലാമിക പണ്ഡിതന്മാര് വിശുദ്ധ ഖുർആന്റെ വിശദീകരണത്തിന് ഈ കഹഫ് സംബന്ധമായ സൂറത്തുൽ കഹഫിലെ ആയാത്തുകളുടെ വിശദീകരണത്തിന് ഒരു അവലംബമായിട്ട് പലരും അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടും ഉള്ളത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായിട്ടുണ്ട്. തൽമൂദ് അതിനേക്കാളും പഴക്കമുള്ള, ബൈബിൾ ഈ ഗോസ്പലിനേക്കാളും പഴക്കമുള്ള ടെക്സ്റ്റാണ്. സൂറത്തുൽ കഹ്ഫിൽ ഹിളർ നബി ഒരു കുട്ടിയെ കൊല്ലുന്ന രംഗമുണ്ടല്ലോ. ഹിളർ നബി എന്ന് പറയാൻ പറ്റില്ല, ഹിളർ അലൈഹിസ്സലാം കൊല്ലുന്ന രംഗമുണ്ട്. പ്രത്യക്ഷത്തില് ഹിളർ നബിക്ക് അങ്ങനെ ഒരു കൊല്ലാൻ ഇസ്ലാമിക ശരീഅത്ത് അനുവദിക്കുന്നില്ലല്ലോ. അപ്പൊ ഹിളർ ഒരു മനുഷ്യനാണോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ സംശയമുണ്ടല്ലോ. മലക്കാണോ മനുഷ്യനാണോ എന്നുള്ള കാര്യത്തിൽ അതേക്കുറിച്ച് വ്യക്തമായിട്ട് സയ്യിദുൽ അബുൽ മൗദൂദിയുടെ തഫ്സീറിൽ ഒരു ഓളം പോലെ പറയുന്നുണ്ടെങ്കിലും അതിനൊരു വ്യക്തമായ ഒരു ആൻസർ കാണുന്നില്ല.
വ്യക്തത ഇല്ലായ്ക അതിലുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് സെയ്ദ് മൗദൂദി അതിനെക്കുറിച്ച് നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ വളരെ വ്യക്തത ഉള്ളത് തന്നെയാണ്. അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: അത് ഒരു മനുഷ്യനാണ് അത്തരം ആ 3 പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതില് ഒരു മതില് കെട്ടിയ ഒരു വിഷയം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 2 കാര്യങ്ങൾ, ആ മതില് തകർന്നു വീഴാനിരുന്നതിനെ ശരിയാക്കി വെച്ചത് ഒരു വെറും പണി, ഒരു അനാവശ്യമായ ഒരു പണി എന്ന നിലക്ക് തള്ളിക്കളയാവുന്ന ഒരു കാര്യമായിട്ട് കണ്ടു മാറ്റി നിർത്താം. എന്നാൽ കപ്പലിന് ദ്വാരം ഉണ്ടാക്കിയതും ആ കൗമാരക്കാരനായ ബാലനെ കൊന്നുകളഞ്ഞതും ഒരു ന്യായവും അർഹിക്കാത്ത കാര്യങ്ങളാണ്. അതിനൊന്നും ഒരു ന്യായീകരണവും ആർക്കും ഉന്നയിക്കാൻ പറ്റില്ല. അത് ഒരു മനുഷ്യൻ ചെയ്യുന്നതാണെങ്കിൽ അത് ശരീഅത്തിന്റെ ക്രിമിനൽ നിയമങ്ങള് ബാധകമാവുന്ന വിഷയങ്ങൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ ആർക്കും അനുവാദമില്ലതാണ്. അതേ സമയത്ത് ഇത്തരം സംഗതികള് നമ്മള് ഒന്ന് ബ്ലർ ചെയ്തൊന്ന് കണ്ടു നോക്കൂ. ആ ചിത്രം ഇപ്പോ നമ്മൾ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചുകൊണ്ട് ഇപ്പൊ ടെലിവിഷനിലൊക്കെ ഒരാളുമായിട്ട് സംഭാഷണം നടത്തുമ്പോൾ ആളുടെ ഐഡന്റിറ്റി കാണിക്കാതിരിക്കാന് നമ്മൾ ആ ആളുടെ ഇമേജ് ബ്ലർ ചെയ്ത് കാണിക്കും. അതൊരു തരം പുകപടലങ്ങളിൽ പെട്ട പോലെയുള്ള ഒരു കാഴ്ച കാണിക്കും. അതേപോലെ ഖിളിർ അലൈഹിസ്സലാമിനെ ഒന്ന് ആ ഇമേജിനെ ഒന്ന് ബ്ലർ ചെയ്ത് നമ്മൾ നോക്കിയാൽ ആളെ നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ സംഭവം നടക്കുന്നുണ്ടാവും. ഇതുപോലെയുള്ള സംഭവങ്ങള് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, എത്രയോ നമ്മുടെ ചുറ്റുപാടുകളിലും നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഞാന് അറേബ്യയിലായിരുന്നപ്പോ എനിക്ക് പലപ്പോഴും ഒരു മര്യാദകേടായിട്ട് തോന്നിയ ഒരു സംഗതി, ഒരു വീടിന്റെ മുന്നില് ഏകദേശം വഴിയിൽ വലിയൊരു തടസ്സാവുമെന്ന് തോന്നുന്ന വിധത്തിൽ വലിയൊരു കാറ്, അത് ഉപേക്ഷിക്കപ്പെട്ട ഒരു കാറാണ്. അതിന്റെ ഉപയോഗമൊക്കെ കഴിഞ്ഞ് ഡംപ് ചെയ്യാൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കളയേണ്ട അത് കൊണ്ടുവന്ന് നിർത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം, എത്രയോ വർഷങ്ങൾ അങ്ങനെ കിടക്കുകയാണത്. അപ്പൊ നമുക്കിത് ഇവിടെ നിർത്തിയിട്ടത് വലിയ മര്യാദകേടായി പോയി എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ സംവിധാനത്തില് അതിനൊരു റോൾ ഉണ്ട് എന്നുള്ളത് ചിലപ്പോ നമ്മൾ തിരിച്ചറിയും. അപ്പോഴാണ് ആ മര്യാദകേടും ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ഒരുപക്ഷെ ആ വണ്ടി അവിടെ അങ്ങനെ തടസ്സമായി നിന്നതുകൊണ്ട് മാത്രമായിരിക്കണം ഒരു ദിവസം മുതിർന്ന ആളുകളുടെ ശ്രദ്ധയൊന്നും പതിയാത്ത ഒരു സമയത്ത് ചെറിയൊരു പിഞ്ചു പൈതല് റോട്ടിലേക്ക് ആരുടെയും ശ്രദ്ധ വരാത്ത വിധത്തിൽ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് വന്നപ്പോ വേറെ കുറുകെ വന്ന വാഹനം കയറി മരിക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതൊരു തടസ്സമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഈ തടസ്സം അവിടെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഒരു ബുദ്ധിശൂന്യമായ ഒരു പണിയായി ആരോ ചെയ്ത ഒരു മര്യാദകേടായിട്ടൊക്കെ തോന്നിക്കൊണ്ടിരുന്ന നമ്മൾ ഈ കാഴ്ച കാണുമ്പോൾ ഈ ഒരു സാധനം തടസ്സമായിട്ട് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ആ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോൾ അതിൽ അള്ളാന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു അല്ലേ എന്നുള്ളത് നമുക്ക് ആ സമയത്ത് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അത് നിർത്തിയിട്ട് ആളെ നമ്മൾ കാണുന്നില്ല, നിർത്തിയിട്ട് ആൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുള്ളതായിട്ട് നമ്മൾ അറിയില്ല. പക്ഷെ അള്ളാന്റെ സംവിധാനത്തില് അതിനൊക്കെ തന്നെ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു സംഗതിയായിട്ട് അത് വർത്തിക്കുന്നുണ്ടാവും. ഇതേപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ചെറിയ കുട്ടികൾ ചിലപ്പോ ബാല്യത്തിൽ തന്നെ വാഹനം ഇടിച്ചിട്ടോ ഇടിമിന്നലേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ ഒക്കെ മരിച്ചു പോകുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അത് ഒരാൾ കൊന്നു എന്നത് വരുമ്പോഴാണ് നമുക്ക് ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഗതിയാവുന്നത്. ആ കുഞ്ഞിന്റെ ജീവൻ അന്നത്തോടെ അവസാനിച്ചു അല്ലെങ്കിൽ തീർന്നു എന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ഡിവൈൻ ഏജൻസിയാണ് അത് ചെയ്തത് എന്നത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അള്ളാന്റെ ഖദറിൽ അങ്ങനെ ചില മറയിട്ട് വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. നമ്മൾ കരുതുന്നതെല്ലാം നമുക്കറിയാം, മനസ്സിലാവുന്നു എന്നൊക്കെ ഉള്ള നിലക്കായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളുടെ ജീവിതത്തില് അതിന് ചില റോളും കാണും എന്നതാണ് വസ്തുത. അപ്പൊ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. ജസാക്കല്ലാഹ് ഖൈർ.
ആമീൻ വയ്യ. അർഷദ് സംസാരിച്ചോളൂ, മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചോളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം ഈ വറഹ്മത്തുള്ളാഹി യജൂജ് വബറകാതുഹു. മൗജൂജിനെ പറ്റി പറഞ്ഞ ഭാഗത്ത് ഉം. കാക്കസസ് മരനിരകളിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കേട്ടു. അപ്പോ അതെ. എവിടുന്നോ ഞാൻ കേട്ടിരിക്കുന്നതാണ്, ഇതാന്ന് അറിയത്തില്ല. അവർ ഈ മംഗോളിയൻ താർത്താരികളുടെ പിന്മുറക്കാരല്ല, പൂർവികന്മാരായിരുന്നു എന്നും ഉം. അവരാണ് അവസാനം ഈ ഇസ്ലാമിക ലോകത്തെ ആകമാനം ആക്രമിച്ചതെന്നും ഒക്കെ ഉള്ളൊരു അത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ഉം. ബന്ധപ്പെടുത്താൻ പറ്റുമോ അതിനെ? ഈ യജൂജ് മജൂജ് എന്ന് പറയുന്നത് ഇപ്പം വളരെ പൗരാണികമായ ഒരു സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഈ റഷ്യയുടെ, ഇന്നത്തെ റഷ്യയുടെ ഒക്കെ പ്രദേശത്ത് വരുന്ന ഈ കാക്കസസ് പർവ്വത നിരകൾക്ക് അപ്പുറത്ത് താമസിച്ചിരുന്ന പല ട്രൈബ്സും ക്ലാൻസും അങ്ങനെ ആ നിലക്ക് പൊതുവെ അവരെ പരാമർശിച്ചുകൊണ്ടാണ് ഈ പ്രയോഗം എന്ന നിലക്കാണ് വിലയിരുത്തപ്പെടുന്നത്. അതിന് ഒരു സാധ്യതയുള്ളത് ഈ കൊക്കേഷ്യൻ റേസ് എന്നുള്ള ഒരു വിഭാഗം ഇവരിന്നാണ് പിന്നീട് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അധിവസിച്ച ഒരു റേസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ചരിത്രപരമായി പുറകോട്ട് പോയാൽ പരസ്പരം കണ്ണി ചേർക്കപ്പെട്ട വിഭാഗങ്ങൾ തന്നെയായിട്ട് കാണാൻ കഴിയും. എന്തായാലും ഇങ്ങനെ ഒരു വിഭാഗം പിൽക്കാലത്ത് ഈ ഭൂപ്രദേശത്ത് നിന്ന് നീങ്ങിപ്പോയി അവര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ള നിലക്ക് വിലയിരുത്തപ്പെടുന്നുണ്ട്. അങ്ങനെ പഠന വിധേയമാക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തിലെ പലരും ആ നിലക്ക് അതിനെ വിലയിരുത്തിയതായിട്ട് ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ ഒക്കെ ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠനം നടത്തിയത് കാണാൻ കഴിയും. അത് വെച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അർദുൽ മുഖദ്ദസ ഇപ്പോ യഹൂദര് കൈയടക്കി വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു സാധ്യത തെളിഞ്ഞു വന്നതിന്റെ പിന്നിൽ തന്നെ ഖുർആനിലെ സൂറത്തുൽ അംബിയയില് ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഒരു ആയത്തുണ്ട്. വഹറാമുന അലാ ഖറിയത്തിൻ അഹ്ലക്നാഹ വഹും ലാ യർജിഊൻ ഹത്താ ഇദാ ഫുതിഹത് യഅജൂജു വമഅജൂജു വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ എന്ന് പറയുന്ന ആ ഭാഗം. അതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന യഅജൂജ് മഅജൂജ് റിലീസ് ചെയ്യപ്പെട്ട് കഴിയുന്ന അതിന് ശേഷം മാത്രമേ, അതിന്റെ ഫലമായിട്ട് മാത്രമേ അവർക്ക് വിശുദ്ധ ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ കഴിയുകയുള്ളൂ എന്ന സൂചനയൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോ കൃത്യമായിട്ട് നമുക്ക് ഏത് റേസ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും നമുക്ക് അതിന്റെ ലക്ഷണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ കൊക്കേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അത് ഒന്നോ രണ്ടോ ട്രൈബുകളായിരുന്നില്ല, ഒരുപാട് ഒരു ഭൂപ്രദേശത്ത് അധിവസിച്ചിരുന്ന വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സമൂഹമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവര് പരസ്പരം ഇടകലർന്നുകൊണ്ട് പരസ്പരം വിവാഹ ബന്ധങ്ങളും അതുപോലെ കുടുംബ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹം തന്നെയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടി, യജൂജ് മൗജൂജ് വെളിയിൽ റിലീസാകുന്ന സമയം എന്ന് ഉദ്ദേശിക്കുന്നത് അത് കാരണം കൊണ്ട് ആണ് എന്ന് അതിനകത്തുണ്ടോ? എനിക്ക് മനസ്സിലാകുന്നത്, സോറി എനിക്ക് പരിമിതമായ അറിവേ ഉള്ളൂ, എനിക്ക് മനസ്സിലാകുന്നത് അവരാ ഒരു കാലഘട്ടത്തെ പറ്റിയാണ് പഠിച്ചവൻ പറയുന്നത് തോന്നുന്നു. ആ യജൂജ് മജൂജ് റിലീസാകുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടം കഴിഞ്ഞേ നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കൂ എന്നാണോ, അതോ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണോ പറയുന്നത്? രണ്ടും ആവാതെ നമുക്ക് കൃത്യമായിട്ട് അവര് അറബി ഭാഷയിലെ ഹത്താ ഇദാ ഫുതിഹത്ത് എന്നുള്ളത് സമയത്തെ സൂചിപ്പിക്കുന്നതാണ്, അതേപോലെ തന്നെ ഒരു കാരണം കാണിക്കുന്നതുമാണ്. അറബിയില് ഹത്ത എന്ന പദത്തിന് രണ്ട് സാധ്യതയുണ്ട്. അപ്പൊ അവര് ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്നത് വരെ എന്ന്, അല്ലെങ്കിൽ അവര് അവര് റിലീസ് ചെയ്യപ്പെട്ട് വരുന്നത് കാരണമായി എന്ന രണ്ടർത്ഥത്തിലും അത് വായിക്കാൻ കഴിയും. ഇത് കൊക്കേഷ്യൻ വിഭാഗത്തെ കുറിച്ചാണ് ഈ സൂചനയെങ്കിൽ ഈ രണ്ടർത്ഥത്തിലും അത് ശരിയാണ് താനും. കാരണം യൂറോപ്പില് ഇപ്പം ഹിറ്റ്ലറുടെ
കാലത്തെ തുടർന്ന് യൂറോപ്പിൽ പലയിടങ്ങളിലായിട്ട് അലഞ്ഞ് കഴിഞ്ഞിരുന്ന യഹൂദരെ ആട്ടിത്തെളിച്ചുകൊണ്ട് ഈ മധ്യപൗരസ്ത്യ ഭൂപ്രദേശത്തേക്ക് തിരിച്ചുവിടുന്നതും അവിടെ ഒരു യഹൂദ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ട ഉപജാപങ്ങൾ നടത്തി അതിനു വേണ്ട പിന്തുണയും പിൻബലവും ഒക്കെ കൊടുക്കുന്നതും അതിനുവേണ്ട കരാറുകളിൽ ഏർപ്പെടുന്നതും അങ്ങനെ ഉണ്ടായി വന്ന ഒരു രാജ്യത്തിന് അംഗീകാരം കൊടുക്കുന്നതും ഒക്കെ ഈ കൊക്കേഷ്യൻ റേസിന്റെ രാഷ്ട്രീയ രൂപങ്ങളായിട്ടുള്ള രാജ്യങ്ങളും സംവിധാനങ്ങളും ഒക്കെയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പിന്നിട്ട ഏതാനും ദശകങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായ കാര്യങ്ങളാണ്. അപ്പൊ അത് അവർക്ക് ഫലം ചെയ്യോ, ഗുണം ഉണ്ടാവോ, യഹൂദർക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ എന്നൊക്കെ ഉള്ളത് വേറൊരു വിഷയമാണ്. അതിന്റെ വേറെ ചില സൂചനകൾ കൂടി അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ യഹൂദർക്ക് അത് അവര് വലിയ വിധത്തില് വഞ്ചിതരാകാൻ പോകുന്ന അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു സംഭവം മാത്രമാണത് എന്ന് കാണാൻ കഴിയും. അവരുടെ ധിക്കാരത്തിലും അതുപോലെ അനുസരണക്കേടിലും ഒക്കെ തുടരുന്ന അവസ്ഥയിൽ ഒരിക്കലും തന്നെ ആത്യന്തികമായിട്ട് അവർക്ക് അനുകൂലമായ ഒരു ആക്ഷേപത്തായിട്ട് അത് മാറുകയില്ല എന്നതാണ് സൂചന. പക്ഷെ ഈ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതില് പങ്കാളികളായിക്കൊണ്ട് ഈ പരാമർശിക്കപ്പെട്ട വിഭാഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അത് ഇപ്പം ബാൽഫർ കരാർ, അതുപോലെ യുണൈറ്റഡ് നാഷൻസിന് 1948 യുണൈറ്റഡ് നാഷൻസ് ഇസ്രായേൽ രാജ്യത്തിന് അംഗീകാരം നൽകിയത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിനെ തുടർന്ന് പിന്നെ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഒരു പ്രത്യേക കോമ്പസിഷൻ കാരണമായിട്ട് ഇസ്രായേലിന് അനുകൂലമായ യുണൈറ്റഡ് നാഷൻസ് നിലപാടുകളും പ്രമേയങ്ങളും നിരന്തരം സാധ്യമായത്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ ചേർത്ത് വായിക്കാൻ കഴിയും. അപ്പൊ അത് ആ സമയം എന്ന പോലെ തന്നെ അവര് കാരണമായിട്ട് എന്നതും വായിക്കുന്നതിന് ഭാഷാപരമായി തടസ്സമില്ല, ചരിത്രപരമായിട്ട് അതില് വസ്തുതകൾ ഉണ്ട് താനും. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് തുടർന്ന് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇനി നമ്മുടെ ഗ്രൂപ്പില് ഖുർആൻ ഡിസ്കഷൻ ഫോറം എന്നുള്ള ഗ്രൂപ്പിലേക്ക് വിടുകയോ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ചാറ്റ് ബോക്സിൽ എഴുതി വിട്ടാൽ നമുക്ക് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇൻഷാ അല്ലാഹ് ഞാനത് നാളെ പരിഗണിക്കാം. അപ്പോ ഇനി കൂടുതൽ ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സൂറത്തിന്റെ പഠനം ആരംഭിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ, എന്നാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.